5 മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈസിയായ സാമ്പാർ റെസിപ്പി കേട്ടോ. അതിനായിട്ട് ആദ്യം തന്നെ ഒരു കുക്കറിൽ ചെറുപയർ പരിപ്പ് കുറച്ച് 1/4 ഗ്ലാസ് ഇടുക, നല്ലോണം കഴുകിയെടുക്കുക. പിന്നെ ഒരു 4 ചെറിയ ഉള്ളി, 3 വെളുത്തുള്ളി അതും കൂടെ ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം അടച്ച് വയ്ക്കുക. ഒരു 3-4 വിസിൽ, അത്രയ്ക്കും വിസിൽ വേണം കേട്ടോ. നല്ലോണം അതൊന്ന് വെന്ത് വരണം. കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെക്കണേ, കുറച്ച് ഒരു നെല്ലിക്ക സൈസ് പുളി വെള്ളത്തിലിട്ട് വെക്കണം. ഇതിനാവശ്യമുള്ള പച്ചക്കറി ഒരു മുരിങ്ങാക്കായ, ഒരു തക്കാളി, ഒരു ഉരുളക്കിഴങ്ങ്, കുറച്ച് ചെറിയ ഉള്ളി, പിന്നെ ഒരു പച്ചമുളകാണേ. അപ്പോൾ നമ്മളെ പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട്. പരിപ്പ് വിസിൽ പോക്കി എടുത്ത് വെക്കണേ. ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്ത് വയ്ക്കുക. വേവ് നോക്കണം കേട്ടോ, ഒന്ന് കുഴഞ്ഞ പരുവത്തിൽ വേണ്ട ഉണ്ടാവാൻ. അത് കഴിഞ്ഞതിന് ശേഷം സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നല്ലോണം ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായിട്ട് കുറച്ച് കടുക്, കുറച്ച് ജീരകം, പിന്നെ കുറച്ച് ഉലുവ കൂടെ ഇട്ട് കൊടുക്കണേ. എല്ലാം കുറച്ച് മതി കേട്ടോ. എന്നിട്ട് അതൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നമ്മൾ ബാക്കിയുള്ള പച്ചക്കറികൾ ഇട്ട് കൊടുക്കാവേ. ഉള്ളി ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കണം, ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കണം. പിന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കുക, കരിവേപ്പില ഉണ്ടെങ്കിൽ കരിവേപ്പിലയും ഇട്ട് കൊടുക്കുക. ഇതൊന്ന് കുറച്ചൊന്ന് വാടി വരണേ, ഒരു 2 മിനിറ്റ്. വാടി വരുമ്പോഴേക്കും തന്നെ നമുക്ക് നമ്മളെ ബാക്കിയുള്ള പച്ചക്കറി ഒക്കെ ഇതിലോട്ട് എടുത്തിടാം. ഉരുളക്കിഴങ്ങ്, മുരിങ്ങാക്കായ, തക്കാളി എല്ലാം ഒന്ന് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. അതൊന്ന് വെന്ത് വരണമെന്നൊന്നുമില്ല കേട്ടോ, നമ്മൾ കുക്കറിലോട്ടാണ് ഇടാൻ പോകുന്നത്. പിന്നെ പുളീൻ്റെ വെള്ളം കൂടെ ഇതൊക്കെ നമ്മൾ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് തിളച്ച് വരും, ചെറുതായി ഒന്ന് തിളച്ച് വരും. സാമ്പാർ പൊടി എടുക്കുക, 2 സ്പൂണ്. നിങ്ങളെ എരിവിനനുസരിച്ചുള്ള സാമ്പാർ പൊടി എടുത്തിട്ടാൽ മതി കേട്ടോ. ഞങ്ങളിവിടെ 2 സ്പൂണാണ് ഇടുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിനനുസരിച്ച് ഇടുക. പിന്നെ ഉപ്പ് ഇടാൻ മറക്കരുത്. ഉപ്പ് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇതായതിന് ശേഷം ഇതെടുത്ത് നമ്മൾ അല്ലെങ്കിൽ ഉണ്ടാക്കി വെച്ചിരുന്ന കുക്കറിലോട്ട് ഇടുക. എന്നിട്ട് ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഒരു 3 വിസിൽ, പച്ചക്കറികൾ വേവുന്ന അത്രയ്ക്കും വിസിൽ ഇട്ടിട്ട് എടുക്കുക. അതിന് ശേഷം കുറച്ച് കരിവേപ്പില, കുറച്ച് മല്ലിയില, ഇത് മറക്കരുതേ, ഇതാണ് അതിന് ടേസ്റ്റ് തരുന്നത്. കുറച്ച് കരിവേപ്പിലയും മല്ലിയിലയും കൂടി നമ്മൾ ഇട്ട് കൊടുക്കണേ. പിന്നെ നമ്മൾ നല്ലൊരു ടേസ്റ്റ് കിട്ടണം, പിന്നെ എരിവൊക്കെ ഒന്ന് നല്ല രീതിക്ക് വരണം എന്നുണ്ടെങ്കിൽ ശർക്കര ഉണ്ടല്ലോ, ബ്രൗൺ ശർക്കര, അതും കൂടെ ഒന്ന് ചെറിയ അളവിൽ കുറച്ച് സ്പൂണ്, ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് എരിവും പുളിയൊക്കെ ഒന്ന് പാകത്തിനായി കിട്ടാനേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.